ഹലോ ഗൈസ്, എല്ലാവർക്കും ഡൈഹാർഡ് KBFC എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് ISL തന്നെ പല ക്ലബ്ബുകളോടായിട്ട് വളരെയധികം ശത്രുതയുണ്ടല്ലേ. പേരെടുത്ത് പറയുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, മുംബൈ സിറ്റി FC, ബാംഗ്ലൂർ FC ഇവരൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന ശത്രുക്കൾ. എന്തായാലും ഈ ശത്രുതയൊക്കെ വരാൻ പല പല റീസൺസ് ആണ് ഉള്ളത്. എന്തായാലും ആ ശത്രുക്കളുടെ ഇടയിലേക്ക് ഒരു ടീം കൂടി കയറിയിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചാബ് FC. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഈ ഒരു സീസണിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിനെ കൊച്ചിയിൽ വന്ന് പഞ്ചാബ് FC തോൽപ്പിച്ചത് അതേ നാണയത്തിൽ തന്നെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ ചെന്ന് അവരെ തോൽപ്പിക്കണം എന്നുള്ളത്. റിവഞ്ച് ഒക്കെ നല്ലത് തന്നെ, പക്ഷേ ഇവിടെ ഒരു ചതി മണക്കുന്നുണ്ട് ഗൈസ്. ആ ചതി എന്താണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ പറയാൻ പോകുന്നത്. അത് പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ടീമിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബ് FCയിലേക്ക് പോയ മലയാളി താരമാണ് നിഹാൽ സുധീഷ്. എന്തായാലും ആദ്യ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചതിനെ പറ്റി നിഹാൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ആ ഒരു ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്ത് നമ്മുടെ ഈ ഒരു ഫാമിലി അംഗമാകാൻ ശ്രമിക്കുക. സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മൊത്തം ഇമോഷൻസ് വെച്ച് ഇവിടെ ഒരു ചതി നടപ്പിലാക്കാൻ പോകുന്നതിനെ പറ്റിയിട്ടാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് ലൂക്ക മച്ചൻ എന്ന പ്ലെയറും പഞ്ചാബ് FCയും ബ്ലാസ്റ്റേഴ്സിന്റെ ശത്രുക്കളുടെ നിരയിൽ പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഞ്ചാബ് FCയുടെ സോഷ്യൽ മീഡിയ ഒഫീഷ്യൽ പേജുകൾ ലൈക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ളതിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയൊക്കെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ട്രോളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, നമ്മളെ കയറി ആരെങ്കിലും ചൊറിയാൻ വന്നാൽ നമ്മൾ അവരെ തിരിച്ച് വെല്ലുവിളിക്കാൻ പോകുന്നത്. കൊച്ചിയിലേക്ക് വാടാ, കാണിച്ചു തരാം, അല്ലെങ്കിൽ അടുത്ത കളി നിങ്ങളുടെ സ്റ്റേഡിയത്തിൽ നിങ്ങളുടെ തട്ടകത്തിൽ വെച്ച് തന്നെ നിങ്ങളെ തോൽപ്പിക്കും, കുത്തിമലർത്തും, വീഴ്ത്തും എന്നൊക്കെ നമ്മൾ ഡയലോഗ് അടിക്കും. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് കൊച്ചിയിൽ മഞ്ഞക്കടലാകുന്നത് പോലെ തന്നെ ബാംഗ്ലൂരിലും മഞ്ഞക്കടലാകുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ FC ഒരു സാധാരണ മാച്ച് അല്ല. ഇറ്റ് വാസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റൈവലറി മാച്ച് ഇൻ ദ ISL. അതുപോലൊരു റൈവലറി ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ് പഞ്ചാബ് FC ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ ശത്രുക്കളാക്കി കഴിഞ്ഞാൽ വളരുന്നത് അവരുടെ ടീം തന്നെയായിരിക്കും. മാർക്ക് മൈ വേർഡ്സ്, ഇനി നോക്കിക്കോ, ഒട്ടുമിക്ക ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇനി പഞ്ചാബിന്റെ കളി ശ്രദ്ധിക്കുകയും കാണുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള പണിയൊക്കെ പഞ്ചാബ് ഒപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള റിവഞ്ച് എടുക്കലും റൈവലറീസും ഒക്കെ ഇന്ത്യൻ ഫുട്ബോളിന് ശരിക്കും നല്ലത് തന്നെയാണ്. കാരണം എന്നാലേ എല്ലാ ഫാൻസിനും ഒരു സ്പിരിറ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ബട്ട് അത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യേണ്ട ഒന്നല്ല, താനെ സംഭവിക്കേണ്ടതാണ്. ഞാനിവിടെ പിന്നെ ഇത് സൂചിപ്പിച്ചതിന്റെ കാരണം വേറൊന്നുമല്ല, പഞ്ചാബ് FC നടത്തുന്ന ഈ ചതിയിൽ പോയി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കറിയാം നമ്മളെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വലിയൊരു ഇഷ്യൂ ആക്കി അവരെ തന്നെ നമ്മൾ വളർത്തുമെന്നുള്ളത്. സോ അവരുടെ താളത്തിനും തുള്ളുന്ന ഒരു പാവകളായി നമ്മൾ മാറാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതിവിടെ സൂചിപ്പിച്ചത്. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. അടുത്തതായിട്ട് പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം, പഞ്ചാബ് FCക്കെതിരെയുള്ള മത്സരത്തിൽ ശരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന്റെ തലവേദന എടുപ്പിച്ച ഒരു താരമാണ് മലയാളി താരമായിട്ടുള്ള നിഹാൽ സുധീഷ്. മികച്ച പ്രകടനം തന്നെയായിരുന്നു നിഹാൽ കാഴ്ചവെച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും മത്സരശേഷം നിഹാൽ സുധീഷ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഒരു പ്രൊഫഷണൽ പ്ലെയർ എന്ന നിലയിൽ എൻ്റെ ടീം വിജയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കേണ്ടതും പ്രയത്നിക്കേണ്ടതും. എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സും എൻ്റെ ടീം തന്നെയാണ്. എൻ്റെ തന്നെ ടീമിനെതിരെയാണ് ഞാൻ കളിച്ചത്. പഞ്ചാബിൽ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണിലാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സും എൻ്റെ ടീം തന്നെയാണ്. മത്സരശേഷം നിഹാൽ സുധീഷ് മഞ്ഞപ്പട ആരാധകരുടെ അടുത്ത് ചെന്നതും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. എന്തായാലും നിഹാലിൻ്റെ ഈ ഒരു പ്രകടനത്തെ പറ്റിയും നിഹാലിൻ്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ എന്തായാലും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ബൈ, സ്റ്റേ ട്യൂൺഡ്.